Example 33. Integral pi by 6 to pi by 3 dx by 1 plus root of tan x. അല്ലേ? നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3 ഇത് സിംപ്ലിഫൈ ചെയ്തതിന് ശേഷം ഇവിടെ ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. ഡി എക്സ് ബൈ 1 പ്ലസ് എന്താണ് ടാൻ എക്സ്? ടാൻ എക്സ് എന്താണ്? റൂട്ട് ഓഫ് സൈൻ എക്സ് ബൈ കോസ് എക്സ്. സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് അല്ലേ? ഇനി ഇതൊന്നും കൂടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3. ഓക്കെ, ഇനി റൂട്ട് ടാൻ എക്സ് കളയാൻ വേണ്ടിയിട്ട് ഇവിടെ റൂട്ട് ടാൻ എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാണ്. സോറി, റൂട്ട് കോസ് എക്സ് താഴത്തെ റൂട്ട് കോസ് എക്സ് കളയാൻ വേണ്ടിയിട്ട് റൂട്ട് കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തു. അപ്പം അങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാത്തിനും റൂട്ട് കോസ് എക്സ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോഴാണ് അത് വാലിഡ് ആവുള്ളൂ. അതേ കാര്യം മുകളിലും ചെയ്തു. ഓക്കെ, അപ്പോൾ മുകളിൽ എന്തായിരിക്കും വരിക? ഇവിടെ 2 dx ഇല്ല കേട്ടോ. ഓക്കെ, നൗ മുകളിൽ എന്തായി മാറി? റൂട്ട് കോസ് എക്സ് ഡി എക്സ്. റൂട്ട് കോസ് എക്സ് ഡി എക്സ്. താഴെ എന്തായിരുന്നു? 1 ഇൻറ്റു റൂട്ട് കോസ് എക്സ് എന്താണ്? റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ് ബൈ കോസ് എക്സ് ചെയ്യുമ്പോഴെന്തായിരിക്കും? ഈ കോസ് എക്സും കളയും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ചെയ്തത്. ഇവിടെ എന്ത് വരും? റൂട്ട് സൈൻ എക്സ്. അപ്പോൾ ഈ റൂട്ട് കോസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടിയാണ് അപ്ലൈ ചെയ്യാൻ നല്ലത്? നമ്മൾ 0 to a ചെയ്ത അതേ സമയം തന്നെ തൊട്ട് മുമ്പ് ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് സീറോയിലല്ലാതെ a to b ആണെങ്കിൽ, ഇൻ്റഗ്രൽ 0 to aക്ക് പകരം a to b f of x dx ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? a to b f of x dx ആയിരുന്നെങ്കിൽ സംഭവിക്കുക, ഇൻ്റഗ്രൽ a to b തന്നെ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് എഫ് ഓഫ് എ പ്ലസ് ബി മൈനസ് എക്സ് എന്ന രീതിയിൽ എഴുതാൻ കഴിയും അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്ന പ്രോപ്പർട്ടി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്താണെന്നുള്ളത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ലോവർ ലിമിറ്റ് പൈ ബൈ 6, അപ്പർ ലിമിറ്റ് പൈ ബൈ 3 അല്ലേ? അതിൽ നിന്ന് മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്തൊക്കെ വരിക? 3π പ്ലസ് 6π ഡിവൈഡഡ് ബൈ 18, ഇവിടെ മൈനസ് എക്സ്. 3π പ്ലസ് 6π എന്താണ്? 9π ബൈ 18 മൈനസ് എക്സ്. എന്താണ് 9π ബൈ 18? പൈ ബൈ 2 മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യനിൽ എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് മുഴുവൻ എന്താണ് കൊടുക്കുന്നത്? പൈ ബൈ 2 മൈനസ് എക്സ്. സോ പൈ ബൈ 6 താഴെ, പൈ ബൈ 3 മുകളിൽ, റൂട്ട് ഓഫ് കോസ് എക്സ്, എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കും? പൈ ബൈ 2 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എഗെയിൻ റൂട്ട് ഓഫ് കോസ്, എഗെയിൻ എന്ത് വരും? പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് സൈൻ എന്ത് വരും? പൈ ബൈ 2 മൈനസ് എക്സ്. അത്രയും ഡി എക്സ്. എഗെയിൻ എന്ത് വരും? ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3 റൂട്ട് കോസ് പൈ ബൈ 2 മൈനസ് എക്സ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റിനെ കണ്ടതാണ് സൈൻ എക്സ്. ഓക്കെ, എഗെയിൻ റൂട്ട് കോസ് പൈ ബൈ 2 മൈനസ് എക്സ് എന്താണ്? സൈൻ എക്സ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് എന്താണ്? കോസ് എക്സ് അല്ലേ? ഇനി നമ്മൾ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കിട്ടിയ ഐയും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം വന്ന ഐയും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 2i അല്ലെ? i പ്ലസ് ഐ എന്താണ്? 2i ഈക്വൽ ടു ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു പൈ ബൈ 3. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം അല്ലേ? റൂട്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഇവിടെയും റൂട്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്. ഓക്കെ, അപ്പോൾ ഡിവൈഡഡ് ബൈ റൂട്ട് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എഴുതി. ഇനി മുകളിൽ എന്താണ്? ഇവിടെ റൂട്ട് കോസ് എക്സ്, ഇവിടെ റൂട്ട് സൈൻ എക്സ്. അതും എന്താണ്? റൂട്ട് കോസ് എക്സ് പ്ലസ് റൂട്ട് സൈൻ എക്സ്. മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിലേക്ക് മാറി. എന്താണ്? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? 1 dx ഇൻ്റഗ്രൽ പൈ ബൈ 6 ടു
π/3. ഇതാണ് 2i. എന്താണ് 1 dx ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് എക്സ്. അപ്പർ ലിമിറ്റ് എന്താണ് π/3, ലോവർ ലിമിറ്റ് എന്താണ് π/6. അപ്പൊ എന്തായിരിക്കും അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് π/3 മൈനസ് π/6. വീണ്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 6π മൈനസ് 3π ഡിവൈഡഡ് ബൈ 18. എന്താണ് 6π മൈനസ് 3π? ദാറ്റ് ഈസ് ഈക്വൽ ടു 3π. 3π/18 ഇതാണ് 2i. 3π/18 ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് എന്തായിരിക്കും 5/6. 3യും 18ഉം കൂടെ ക്യാൻസൽ ചെയ്താൽ ബൈ 6. 2i ഈക്വൽ ടു 5/6 ആണെങ്കിൽ i ഈക്വൽ ടു എന്തായിരിക്കും 5/6. ഡബിൾ ആയി എന്തായി മാറും 12. i ഈക്വൽ ടു 5/12.